ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്യാൻസർ എന്ന അസുഖം നമ്മൾ ആർക്കും വരരുതെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം അത്രയ്ക്കും ഭയാനകരമാണ് അതിൻ്റെ അവസ്ഥ. ഈ രേണുസുതിക്ക് ക്യാൻസർ ആണെന്ന് ആദ്യം അറിഞ്ഞപ്പോൾ അവൾക്കെതിരായിട്ട് നിന്ന ഒരുപാട് പേര് അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു. എന്നാൽ പിന്നീട് അവർ തന്നെയാണ് ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കി ആൾക്കാരെ തിരിച്ചു നിർത്താനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. എന്നാൽ കഴിഞ്ഞ ദിവസം രേണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാനിവിടെ വയ്ക്കാം. എനിക്ക് വേണ്ടി വഴിപാട് കഴിക്കുന്നവരുണ്ട്, എനിക്ക് വേണ്ടി നേർച്ച കഴിക്കുന്നവരുണ്ട്. അവരോടൊക്കെ ഞാൻ ഏത് രീതിയിലാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെയായിട്ടും അറിയില്ല. ഞാൻ എങ്ങനെ അവരോടൊക്കെ ഇങ്ങനെ ഇതിന് തിരിച്ച് ഞാൻ നന്ദി പറയുന്നത് എനിക്കറിയില്ല. എനിക്ക് ആകെയുള്ള വരുമാന മാർഗ്ഗം എൻ്റെ യൂട്യൂബ് ചാനൽ മാത്രമാണ്. എനിക്ക് കീമോ എടുക്കാനുള്ള മരുന്നും അതുപോലെ ആ മരുന്നിൻ്റെ കൂട്ടത്തിൽ വേറെ 2 lakhs-ൻ്റെ മരുന്നും ഓരോ കീമോയ്ക്കും ഞാനത് ഉണ്ടാക്കണം. എനിക്കത് എങ്ങനെയാണ് എന്ന് എനിക്കിപ്പോഴും ഒരു ഇതില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്ലീസ് നിങ്ങൾ കാണുന്ന. ഇവർ ഇന്നലെ ഇട്ട ഈ വീഡിയോസ് കൊണ്ട് മാത്രം ഒരുപാട് പേര് എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ഇവരെ ചികിത്സിക്കുന്ന അതേ ഡോക്ടർ ചികിത്സിക്കുന്ന ഒരുപാട് പേഷ്യൻസ് എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ട്. ആ വോയിസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ലീക്കായിട്ടുണ്ട്. അതായത് ഇത്രയും പൈസ ഒന്നും ചിലവാവില്ല, ഇവർ വെറുതെ പറയുകയാണ്, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇവർ ഇന്നലെ ഇട്ട ഈ വീഡിയോസ് കൊണ്ട് മാത്രം ഒരുപാട് പേര് എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ഇവരെ ചികിത്സിക്കുന്ന അതേ ഡോക്ടർ ചികിത്സിക്കുന്ന ഒരുപാട് പേഷ്യൻസ് എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ട്. ആ വോയിസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ലീക്കായിട്ടുണ്ട്. അതായത് ഇത്രയും പൈസ ഒന്നും ചിലവാവില്ല, ഇവർ വെറുതെ പറയുകയാണ്, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനാണ് ഇങ്ങനെ ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കുന്നത്? ഇവർക്ക് അതുകൊണ്ട് എന്ത് കിട്ടും? ഇപ്പോൾ അവർക്ക് എല്ലാവരും ഇപ്പോൾ ഇത്രയും രൂപ ആകും എന്നറിയാവുന്നത് കൊണ്ട് എല്ലാവരും സഹായിക്കും എന്ന് കരുതിയിട്ടാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചുള്ള പൈസ ഒക്കെ വാങ്ങുന്നത്? അതാണ് മനസ്സിലാവാത്തത്. ഇപ്പോൾ അവർക്ക് എന്തായാലും ജീവിക്കാനായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്, അപ്പോൾ അവർക്ക് അതിൽ കൂടി വരുമാനമുണ്ട്. പിന്നെ അതല്ലാതെ പിന്നെ എക്സ്ട്രാ വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടിട്ടായിരിക്കാം അവരിങ്ങനെ ചെയ്യുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും എന്തിനാണ് ആൾക്കാരിങ്ങനെ പറ്റിക്കുന്നത്? അവർക്ക് അതുകൊണ്ട് എന്താണ് കിട്ടുന്നത്? ശരിക്കും സഹായങ്ങൾ കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ കള്ളങ്ങൾ പറയുന്നതും കാര്യങ്ങളിങ്ങനെ വളച്ചൊടിച്ച് സംസാരിക്കുന്നതും. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കാം. ഇനി വേറെ ആരുടെ കയ്യിൽ നിന്നും ഇത്രയും എമൗണ്ട് വാങ്ങിയിട്ടില്ല, രേണുവിൻ്റെ കയ്യിൽ നിന്ന് മാത്രം ഇത്രയും പൈസ വാങ്ങിയെങ്കിൽ നമുക്കത് തെളിയിക്കേണ്ട കാര്യം തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക.